ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കണ്ണൂർ ദസറയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ ഔപചാരികമായ കണ്ണൂർ ദസറയുടെ 3-ാം നാളത്തെ പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ചടങ്ങിന് സ്വാഗതം ആശംസയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ കൂക്കേരി രാജേഷ് അവർകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അവർകളെ, ബഹുമാനപ്പെട്ട ഈ വേദിയിലുള്ള ബഹുമാന്യ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ, ബഹുമാനപ്പെട്ട നല്ലവരായ കലാ ആസ്വാദകരെ, സുഹൃത്തുക്കളെ, കണ്ണൂർ കോർപ്പറേഷൻ ഇന്ന് 3-ാം ദിവസത്തെ കലാപരിപാടികളുമായിട്ടാണ് ഇന്ന് കടന്നു പോകുന്നത്. മൈസൂർ ദസറ കഴിഞ്ഞാൽ കണ്ണൂർ ദസറ എന്നറിയപ്പെടുന്ന ഈ വലിയ ഉത്സവത്തിന്, മാമാങ്കത്തിന് കണ്ണൂർ കോർപ്പറേഷൻ പുതിയ ഭരണസമിതി ചാർജ് എടുത്തതിൽ പിന്നെ വളരെ നല്ല നിലയിൽ ഈ പരിപാടി കണ്ണൂരിലെ ജനങ്ങളെ നെഞ്ചിലേറ്റിയ പരിപാടിയുമായി മുൻപോട്ട് പോവുകയാണ്. ഈ പരിപാടിക്ക് ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണത്തോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ ഒരു ഐക്യത്തോടു കൂടിയുള്ള, ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു പരിപാടിയുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. കണ്ണൂരിന് 9 ദിവസം വർണ്ണരാവുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് മുൻപോട്ട് പോകാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക്, ഇന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിന് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഷമീമ ടീച്ചറെ നിങ്ങൾക്കേവർക്കും വേണ്ടിയും ഈ സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടിയും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രമുഖ നോവലിസ്റ്റ് ബിനോയ് തോമസ് അവർകളെയാണ്. അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള വിഷൻ ന്യൂസിന്റെ MD പ്രജീഷ് അച്ചാണ്ടിയെ നിങ്ങൾക്കേവർക്കും വേണ്ടിയും സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് T ജയകൃഷ്ണനെ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് C എറമുള്ളാനെ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുക. വ്യാപാര വ്യവസായി സമിതിയുടെ കരുത്തനായ സെക്രട്ടറി C മനോഹരൻ അവർകളെ
ആദരപൂർവം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ കണ്ണൂർ കോർപ്പറേഷന്റെ പ്ലാൻ റിസോഴ്സ് പേഴ്സണായ പി കൃഷ്ണൻ മാസ്റ്ററെ ആദരപൂർവം ബഹുമാനപൂർവം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണൂർ ജവഹർ ലൈബ്രറിയുടെ ചെയർമാൻ എം രത്നകുമാർ അവർകളെ സ്വാഗതം ആശംസിക്കുക. അതുപോലെ യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ കരുത്തനായ നേതാവ് പുത്തലത്ത് ബുഷറയെ ആദരപൂർവം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ 9 ദിവസവും രാവുകളെ പകലാക്കി മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാം പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രമുഖ കൗൺസിലർമാരായ സി സുനിഷ, അതുപോലെ തന്നെ പ്രിയങ്കരനായ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, അതുപോലെ തന്നെ കുഞ്ഞമ്പു കൗൺസിലർ, കെ എം സരസ കൗൺസിലർ, സി എം പത്മജ കൗൺസിലർ, അതുപോലെ തന്നെ പ്രകാശൻ പയ്യനാടൻ കൗൺസിലർ അടക്കമുള്ളവരെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ പി കൃഷ്ണൻ അവർകളെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയങ്കരനായ ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന കണ്ണൂർ കോർപ്പറേഷന്റെ മേയർ മുസ്ലിം മഠത്തിനെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിരയെയും ഇതിന്റെ സംഘാടക സമിതിയുടെ കോർഡിനേറ്റർ ടി ഒ മോഹനെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന ബഹുമാന്യ കലാപ്രേമികളെയും കണ്ണൂർ കോർപ്പറേഷൻ ജീവനക്കാരെയും മറ്റ് നാട്ടുകാരെയും ഒക്കെ സംഘാടക സമിതിക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചറെ ആദരപൂർവം ബഹുമാനപൂർവം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കണ്ണൂർ ദസറ 25 മൂന്നാം ദിനമായ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന നോവലിസ്റ്റ് ബഹുമാനപ്പെട്ട വിനോയ് തോമസ്, കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂരിൻ്റെ വികസന നായകനായിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷൻ മേയർ ശ്രീ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ പ്രിയങ്കരിയായ അഡ്വക്കേറ്റ് പി ഇന്ദിര, മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രിജേഷ് അച്ചാണ്ടി, ഈ ചടങ്ങിനെ ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ടി ജയകൃഷ്ണൻ, സി അറമുല്ലാൻ, സി മനോഹരൻ, പി കൃഷ്ണൻ മാസ്റ്റർ, എം രത്നകുമാർ, പുത്തലത്ത് ബുഷ്ര, നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലേഴ്സ് സി സുനിഷ, എ കുഞ്ഞമ്പു, കെ എം സരസ, സി എം പത്മജ, പി കൃഷ്ണൻ, ഈ സാംസ്കാരിക സമ്മേളനത്തിന് നന്ദി ഭാഷണം നടത്തുന്ന തൻ്റെ സഹപ്രവർത്തകൻ കൗൺസിലർ പ്രകാശൻ പയ്യനാടൻ, ഈ സാംസ്കാരിക സമ്മേളനത്തിന് സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മുൻ മേയർ അഡ്വക്കേറ്റ് ടി എ മോഹനൻ അടക്കമുള്ള സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, പങ്കുവെക്കാം സ്നേഹം, പങ്കുചേരാം ദസറ. പ്രൗഢഗംഭീരമായ, കാലിക പ്രസക്തമായ, ഏറ്റവും മഹത്വമായ വലിയൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ ദസറ 25 ആഘോഷിക്കുന്നത്. മനുഷ്യർ തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാകേണ്ടതുണ്ട്. അയൽവാസികൾ തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാകേണ്ടതുണ്ട്. കുടുംബം തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാകേണ്ടതുണ്ട്. മതങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാകേണ്ടതുണ്ട്. രാജ്യം തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് കൈകോർത്തുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ
സ്വസ്ഥതയോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിതം നയിക്കാൻ നമുക്കേവർക്കും സാധിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. ഓരോ രാജ്യവും ഏറ്റവും കൂടുതൽ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് ആയുധം വാങ്ങാൻ വേണ്ടിയാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ പരസ്പരം ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഇങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് സംജാതമാകുമോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, സങ്കടം വിറ്റിട്ട് സന്തോഷം വാങ്ങാൻ ആർക്കെങ്കിലും സാധിക്കുമായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള മാർക്കറ്റ് അതാകുമായിരുന്നു. നമ്മളൊരു നിമിഷം നമ്മെക്കുറിച്ച് ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ നമ്മുടെ മനസ്സൊന്ന് താളം തെറ്റിപ്പോയാൽ നമ്മൾ വെറും ഭ്രാന്തരാണ് എന്നാണ് നമ്മെക്കുറിച്ച് പറയുക. നമ്മുടെ ശരീരം ഒന്ന് തളർന്നു പോയാൽ നമ്മൾ വെറും രോഗികളാണ് എന്നാണ് നമ്മെക്കുറിച്ച് പറയുക. നമ്മുടെ ശ്വാസമൊന്ന് നിലച്ചു പോയാൽ നമ്മൾ വെറും ജഡമാണ്, വെറും ജഡം. അതെ, ചേർത്ത് പിടിക്കാനും സ്നേഹിക്കുവാനും മനുഷ്യർക്ക് പറ്റുന്നത് പോലെ, മനുഷ്യ സൃഷ്ടിക്ക് പറ്റുന്നത് പോലെ ആർക്കാണ് പ്രിയമുള്ളവരെ സാധിക്കുക? കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ ദസറ 25 ആഘോഷിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാനുള്ള കാരണം ഇന്ന് നാം അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ ദസറയോട് കൂടി നമ്മളിവിടെ ഒരുമിച്ച് കൂടി സന്തോഷിച്ച് പരസ്പരം സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അമ്മ മക്കളെയും, സുഹൃത്തുക്കൾ, പരസ്പരം സഹോദരങ്ങൾ എല്ലാവരും ജാതിയെന്നോ മതമെന്നോ നോക്കാതെ, ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ നോക്കാതെ പരസ്പരം സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും നമ്മുടെ കണ്ണൂരിന്റെ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വില്യം സ്മിത്ത് പറയുകയുണ്ടായി, ഹാപ്പിനെസ് ഈസ് പീസ് നോട്ട് പ്ലഷർ. ഹാപ്പിനെസ് ഈസ് പീസ് നോട്ട് പ്ലഷർ. അതെ, സന്തോഷം എന്നത് അത് സമാധാനമാണ് കേട്ടോ, അതൊരു നിമിഷ രസമല്ല. അതുകൊണ്ട് ചുറ്റുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കണ്ണൂരിന്റെ പൊലിമയെ ഉയർത്തി കാണിക്കാൻ നമുക്കേവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കണ്ണൂർ കോർപ്പറേഷന്റെ ക്ഷണം സ്വീകരിച്ച് ഈ കണ്ണൂർ ദസറയെ ധന്യമാക്കാൻ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തായിട്ട് നമ്മുടെ മൂന്നാം ദിവസത്തെ കണ്ണൂർ ദസറയുടെ 3-ാം ദിവസത്തെ ആഘോഷ പരിപാടിയുടെ സാംസ്കാരിക പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വേണ്ടിയിട്ട് നിരവധി നോവലിന്റെ എഴുത്തുകാരനും സിനിമാ തിരക്കഥാകൃത്തും അധ്യാപകരുമായ വിനോയ് തോമസ് അവരുടെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുമ്പോൾ നമ്മുടെ മറ്റ് മഹത് വ്യക്തികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ദീപം തെളിയിച്ച് നമ്മുടെ കണ്ണൂർ ദസറയുടെ 3-ാം നാളത്തെ പ്രോഗ്രാമിന്റെ സാംസ്കാരിക പരിപാടിയിൽ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് പ്രശസ്ത നോവലിസ്റ്റും തിരക്കഥാകൃത്തും അധ്യാപകനുമായ വിനോയ് തോമസ് അവർകൾ. നിറങ്ങളുടെ ആഘോഷം, വെളിച്ചങ്ങളുടെ ആഘോഷം, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ തിരുനാളുകൾക്കാവട്ടെ ഒരു സുന്ദരമായ പകൽ നമ്മെ വിട്ടുപിരികയും നിറങ്ങൾക്കും വെളിച്ചങ്ങൾക്കും ഭംഗി കൂട്ടുന്ന സുന്ദരമായ ഒരു രാത്രി നമ്മുടെ അരികിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സന്ധ്യാസമയത്തെ സാക്ഷിയാക്കിക്കൊണ്ട് കണ്ണൂർ ദസറയുടെ 3-ാം ദിവസത്തെ പരിപാടിക്ക് തിരിതെളിയുന്നു. പങ്കുവയ്ക്കാം സ്നേഹം, പങ്കുചേരാം കണ്ണൂർ ദസറയിലൂടെ എന്ന മനോഹരമായ ക്യാപ്ഷനോടുകൂടി നമ്മുടെ 3-ാം ദിവസ പരിപാടിക്ക് തിരിതെളിയുകയാണ് പ്രശസ്ത നോവലിസ്റ്റും തിരക്കഥാകൃത്തും അധ്യാപകരുമായ വിനോയ് തോമസ് അവർകൾ മറ്റ് മഹത് വ്യക്തികളും ചേർന്ന് കണ്ണൂർ ദസറയുടെ 3-ാം നാളത്തെ പരിപാടിക്ക് തിരിതെളിയിക്കുന്നു.
കണ്ണൂർ ദസറ. പങ്കുവയ്ക്കാം സ്നേഹം, പങ്കുചേരാം. കണ്ണൂർ ദസറയുടെ നെൽക്കട്ടിവിടെ പ്രോഗ്രാം അണിച്ചൊരുക്കുന്നത് കനറ ബാങ്ക്, SBI. ഇന്നത്തെ സ്റ്റേജ് പ്രോഗ്രാം അണിച്ചൊരുക്കുന്നത് കണ്ണൂരിന്റെ സ്പന്ദനമായ കണ്ണൂർ വിഷൻ ചാനൽ. ഇനി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനും നോവലിസ്റ്റും ചെറുകഥത്തുമായ ബിനോയ് തോമസ് അവർകളെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യും. അഭിവന്ദ്യരെ, പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തോടു കൂടിയാണ് കണ്ണൂർ ദസറയുടെ ഈ വേദിയിൽ ഉദ്ഘാടകനായി നിൽക്കുന്നത്. മാഡം വളരെ ഭംഗിയായിട്ട് അധ്യക്ഷ പ്രസംഗം പറഞ്ഞു. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് അന്നേരമാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. എന്നുവെച്ചാൽ ഈ അയലോക്കങ്ങൾ, കുടുംബങ്ങൾ, ചുറ്റുമുള്ളവർ ഒരുമിച്ച് കൂടിയിരിക്കുക, അത് ആ കൂട്ടായ്മ ഉണ്ടാക്കുക എന്നത് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു. കാരണം കൂട്ടായ്മകൾ നമുക്ക് ധാരാളമുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മകൾ ധാരാളമുണ്ട്. ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ധാരാളമുണ്ട്. ഓൺലൈൻ കൂട്ടായ്മകൾ ധാരാളമുണ്ട്. പക്ഷെ ആ കൂട്ടായ്മകളിലൊക്കെ യഥാർത്ഥത്തിലുള്ള ആളുകളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഏറ്റവും നല്ലവരെ മാത്രമാണ് നമ്മൾ കൂട്ടായ്മയിൽ കാണുക. കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, എൻ്റെ നല്ല വശം മാത്രമേ ഞാൻ ഫേസ്ബുക്കിൽ അടിക്കാറുള്ളൂ. ഞാൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു മോശം വശമുണ്ട്. എൻ്റെ ദേഷ്യമുണ്ട്, എൻ്റെ ആളുകളോടുള്ള ശത്രുതയുണ്ട്, എൻ്റെ ആളുകളോടുള്ള ഇതൊന്നും ഞാൻ പരസ്യമായി കാണിക്കാറില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കൂട്ടായ്മകളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ മനുഷ്യരായിട്ട് നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് മാഡം പറഞ്ഞ ആ കൂട്ടായ്മയുടെ, അയൽക്കൂട്ടത്തിൻ്റെ പ്രസക്തി, കൂട്ടായ്മയുടെ പ്രസക്തി അവിടെയാണ് വളരെയധികം വരുന്നത്. ഞാൻ ഈ മനോരമയിൽ ഒരു കോളം എഴുതുന്നുണ്ട്, വിനയപൂർവ്വം എന്ന് പറഞ്ഞ മനോരമ പത്രത്തിൽ ഒന്നിടവിട്ട വ്യാഴാഴ്ചകളിൽ കാഴ്ചപ്പാട് പേജിൽ ഒരു കോളം എഴുതുന്നുണ്ട്. അപ്പോൾ ആ കോളത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ എഴുതിയത്, ഈ ഓണത്തിൻ്റെ സമയത്ത് എഴുതിയത് കൂട്ടായ്മയെ പറ്റിയാണ് ഞാൻ ആലോചിച്ചത്. ഒന്ന്, ഞങ്ങളുടെ വീട്, എൻ്റെ വീട് ഉളിക്കൽ നെല്ലിക്കാമ്പോയി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഒരു 50 വീട്ടുകാർ ഒരുമിച്ച് ചേർന്നിട്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഇതുപോലെ പന്തലിടും. ഓരോ വീട്ടിൽ നിന്നും ഓരോ വിഭവങ്ങൾ കൊണ്ടുവരും. അതെല്ലാം കൂടെ അവിടെ വെച്ച് വിളമ്പും. അങ്ങനെ ആ ഉച്ച വരെ സദ്യയൊക്കെ നടന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഈ പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കളികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഈ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഓണാഘോഷത്തിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്നോട് അത് കൊള്ളുമോ എന്നൊരു ചോദ്യം വരാം. എൻ്റെ വീട്ടിലിരുന്ന് ചീട്ടുകളി സംഘമുണ്ട്. ആ ചീട്ടുകളി സംഘമാണ് നമ്മൾ അയലോക്കംകാർ, എൻ്റെ ചാച്ചൻ, ഞാൻ, ചേട്ടൻ, പിന്നെ അങ്ങനെ അവരാണ് ഈ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നത്. ഇത് ചീട്ടുകളിക്കിടയിൽ പറയും, നമുക്ക് ഈ വർഷത്തെ ഓണം എന്നാൽ ഇന്ന വീട്ടിൽ വെച്ച് വെക്കാം, അല്ലെങ്കിൽ ജലനിധി പദ്ധതിയുടെ ടാങ്ക് ഒന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ അതിന് കുടിവെള്ളം കൊണ്ടുവരണം, റോഡ് വെട്ടണം. എൻ്റെ വീട്ടിലേക്ക് കയറുന്ന റോഡ് ഇപ്പം മറ്റേ ഇവർ വന്ന് കുത്തിപ്പൊളിച്ചിട്ട് മറ്റേ ആ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ജലസേന വകുപ്പ് കുത്തിപ്പൊളിച്ചിട്ട് 2 വർഷമായി, 1.5 വർഷമായി. ഒരു റോഡിൽ കയറാൻ പറ്റില്ല. അതേസമയം ഞങ്ങൾ ഈ ചീട്ടുകളി സംഘം ഉണ്ടായിരുന്ന കാലത്താണെങ്കിൽ ജലസേന വകുപ്പല്ല ആര് വന്നാലും ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുന്നു, ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി നിന്ന് പറയും. കാരണം ഇത് ഗുണ്ടുകളി 9 പേരുണ്ട്, 9 പേരെപ്പോഴും ഉണ്ടാവും. അത്രയൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് പല തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. നാട്ടിലെ പൊതുക്കാര്യങ്ങളിൽ മുഴുവൻ ഈ 9 പേരും ചേർന്ന് എല്ലാ കാര്യത്തിലും, വായനശാലയുടെ വാർഷികം തീരുമാനിക്കുന്ന അവിടെ നിന്നാണ്, ഓണാഘോഷം തീരുമാനിക്കുന്ന അവിടെ നിന്നാണ്, സ്വാതന്ത്ര്യദിനാഘോഷം തീരുമാനിക്കുന്ന അവിടെ നിന്നാണ്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന ഈ കൂട്ടായ്മയെ തകർത്തത് പോലീസാണ്. ഒരു ദിവസം ആരോ ഒറ്റി, ഞാനും ചാച്ചനും ചേട്ടനും എല്ലാം കൂടി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പോലീസ് വന്നിട്ട് പറഞ്ഞു, ഓടരുത്, ആരും ഓടണ്ട, കയറാ വണ്ടിയിലെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ വണ്ടി കയറ്റി കൊണ്ടുപോയി. വേറെ പ്രശ്നമൊന്നുമില്ല, 250 രൂപ പഴയേ ഉള്ളൂ. പക്ഷേ ചീട്ടുകളിക്കാരനായി. പിറ്റേ ദിവസം പത്രത്തിൽ ഫോട്ടോ, അധ്യാപകൻ ചീട്ട് കളിച്ചിട്ട് പിടിയിൽ. പക്ഷെ അതോടുകൂടി ആ കൂട്ടായ്മ അങ്ങ് അവസാനിച്ചു. കൂട്ടായ്മ അവസാനിച്ചിട്ട് പിന്നെ സംഭവിച്ച കാര്യം, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് നല്ല മയക്കുമരുന്നിന് അടിമയായി, മയക്കുമരുന്ന് വിൽപ്പനക്കാരനായി പുള്ളി പോയി. വൈകുന്നേരം വേറെ പരിപാടിയൊന്നുമല്ല, ഒറ്റപ്പെട്ട മനുഷ്യനാണ്. വൈകുന്നേരം എന്താ ഒരു എൻജോയ്മെന്റ് എന്താണ്? നമ്മളൊക്കെ
രാവിലെ തൊട്ട് ഞാനിപ്പോൾ രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം ഇപ്പം 4:30 വരെ അവിടെ കിടന്ന് പിള്ളേരോട് കുത്തിമറിഞ്ഞിട്ട് വൈകുന്നേരം വരുമ്പം ഒരു എൻ്റർടൈൻമെൻ്റ് എന്നാണ് ഒന്നുമില്ല, വെറുതെ ഇരിക്കുന്നു, കുത്തിയിരിക്കുന്നു. അപ്പം മയക്കുമരുന്നെങ്കിൽ മയക്കുമരുന്ന്, മദ്യമെങ്കിൽ മദ്യം, അതിൻ്റെ പുറകെ പോകുന്നു. ചിലർ പോയത് നേരെ മറ്റേ ഇതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലേക്കാണ്, മതങ്ങളുടെ. അത് വെറും മതത്തിൻ്റെ കൂട്ടായ്മ എന്നല്ല പറഞ്ഞത്, തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയിലേക്കാണ് പോയത്. അവൻ്റെ പണി മുഴുവൻ ഇരുന്നിട്ട് ഈ വിദ്വേഷം പ്രചരിപ്പിക്കലായി. മറ്റവൻ ഇത് ചെയ്ത്, ആ മതക്കാരൻ ഇത് ചെയ്ത്. ഞാൻ ആലോചിക്കുമ്പോൾ ഒറ്റപ്പെടുന്ന മനുഷ്യൻ എത്തിച്ചേരുന്ന ഭയങ്കര കുഴപ്പങ്ങളിലേക്കാണ് ആ കൂട്ടായ്മയിലുണ്ടവരെന്ന് പിരിഞ്ഞു പോയത്. അതോടെ പൊതുകാര്യത്തിന് ഇടപെടാൻ ആളില്ലാതെയായി. ഒരു നാട്ടിലൊരു മരണം വന്നാൽ രാത്രി ഒന്ന് ഇരിക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആളില്ലാതായി. എല്ലാവരും വാട്സപ്പിൽ അനുശോചനം അറിയിക്കും, ഫേസ്ബുക്കിലിടും, എല്ലാം ഇടും. ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിലേക്ക് ഒതുങ്ങി. കൊറോണ വന്നതോടുകൂടിയാണ് ഈ ഏറ്റവും കൂടുതൽ ഓൺലൈനിലേക്ക് നമ്മൾ വളരെയധികം പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു പോയത്. കൊറോണയ്ക്ക് അവിടെയാണ് കണ്ണൂർ കോർപ്പറേഷൻ കൊറോണയ്ക്ക് ശേഷമല്ല ഇത് ആരംഭിക്കുന്നത്. കൊറോണയ്ക്ക് മുമ്പ് തുടങ്ങി, പക്ഷെ നമ്മൾ തൊട്ടു മുമ്പല്ല തുടങ്ങി സാറേ. രണ്ടാമത് മെയിനായിട്ട് ആരംഭിച്ചത് കൊറോണയ്ക്ക് ശേഷമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കണ്ണൂർ കോർപ്പറേഷൻ വേറെ സമാനതകളില്ലാത്ത ഒരു ആഘോഷം, കണ്ണൂർ ജില്ലയിൽ വേറെ എങ്ങും ഇത്രമാത്രം വർണ്ണശബളമായ, ഇത്രമാത്രം നീണ്ടു നിൽക്കുന്ന ഒരാഘോഷം സംഘടിപ്പിക്കപ്പെടുന്നതായിട്ട് എനിക്കറിയില്ല. അത്രമാത്രം ഒന്നിച്ചു നിന്നുള്ളൊരാഘോഷം കൂടിയാണത്. ഞാൻ പറയുന്നത്, ഇതിലും വലിയ ആളെ കൂട്ടാൻ മതങ്ങൾക്ക് സാധിക്കും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കും, വിഭാഗീയ ചിന്താഗതി ഉള്ളവർക്ക് സാധിക്കും. പക്ഷെ ഈ ഒരുമയിൽ ആളുകളെ ഒന്നിച്ചു ചേർക്കാൻ, മാഡം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്നേഹത്തിലൊന്നിക്കാൻ, സ്നേഹം കൊണ്ട് ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ അഭിനന്ദനം അർഹിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, കലാരൂപങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇതിന് ശേഷം നടക്കുന്നുണ്ട്. നമ്മൾ എന്നാന്ന് വെച്ചാൽ, നമ്മൾ എത്ര ടി വിയിൽ കണ്ടാലും എത്ര സ്ക്രീനിൽ കണ്ടാലും ലൈവായി ഒരു മനുഷ്യൻ നിന്ന് പെർഫോം ചെയ്യുന്നത് കാണുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും സമ്പൂർണമായ കാഴ്ച എന്ന് ഞാൻ പറയാം. അതിപ്പം അതിനുള്ള അവസരമാണ് കണ്ണൂർ കോർപ്പറേഷൻ ഇവിടെ ഒരുക്കി കൊടുക്കുന്നത്. വളരെ ഏറ്റവും അഭിനന്ദിക്കപ്പെടേണ്ട ഒരു പരിപാടിയാണിത്. ഞാൻ പറയുന്നത്, ഇത്തരം കൂട്ടായ്മകൾ നിരവധിയായി ഉണ്ടായി വരട്ടെ. ഉളിക്കൽ പഞ്ചായത്ത് ഇപ്രാവശ്യം PC ഷാജാൻ പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടിട്ട് ഒരു കൊച്ചു ദസറ പോലെ ഒരു പരിപാടി അവിടെ അടുത്ത ആഴ്ചയിൽ അത് സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം കൂട്ടായ്മകളെ ഏറ്റെടുത്ത് സാംസ്കാരികമായ ഒരു ഒന്നിപ്പിനെ വഴിതെളിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, വിഭാഗീയതയ്ക്ക് ഏറ്റവും വലിയ മറുമരുന്ന് എന്ന് പറയുന്നത് ഇത്തരം കൂട്ടായ്മകളാണ്, സാംസ്കാരിക കൂട്ടായ്മകളാണ്. അപ്പം നമുക്ക് ഒന്ന് പിന്നെ നമ്മുടെ കുറവും കൂടെ ഞാനിപ്പം പറഞ്ഞു, നേരിട്ട് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ഫോട്ടോയിൽ കാണുമ്പോൾ, ഫേസ്ബുക്കിൽ കാണുമ്പോൾ എൻ്റെ നന്മ മാത്രമേ പറയുള്ളൂ. ഞാനൊരു ചീട്ട് കളിക്കാരനാണെന്നുള്ള കാര്യം കൂടെ ഇവിടെ ഞാൻ പറഞ്ഞു, എൻ്റെ കുറവാണ് അത്, പോലീസിൽ പിടിച്ചൊരു ചീട്ട് കളിക്കാരൻ. അപ്പോൾ ആ കുറവും കൂടെ അംഗീകരിച്ചു കൊണ്ടുള്ള മനുഷ്യൻ്റെ കൂട്ടായ്മയാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ചും നമ്മുടെ കേരളീയ സമൂഹം വലിയ ഭീഷണി നേരിടുന്ന സാഹചര്യമാണ്. ഞാനിപ്പം ആരെയും എടുത്തു പറയുന്നില്ല. വോട്ട് എന്നുള്ള, ഇലക്ഷൻ എന്നുള്ള ഇതിനു വേണ്ടി നിരന്തരമായി വിഭാഗീയ ചർച്ചകൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം. അത് 2 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേനും നമ്മളെല്ലാം തമ്മിത്തല്ലി, ഞാൻ ക്രിസ്ത്യാനി, നീ ഹിന്ദു, നീ മുസ്ലിം, ഞാൻ RC, നീ ദളിത് എന്ന് പറഞ്ഞുള്ള വൻ വിഭാഗീയത ഇവിടെ ഉണ്ടാകത്തക്ക രീതിയിലേക്ക് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സംഗമങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇത്തരത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ മാന്യമായ, മാതൃകാപരമായ ഒരു സംഗമത്തെ ഉണ്ടാക്കിയെടുത്തത് എന്നത് വളരെ സന്തോഷകരമാണ്. ഞാൻ അങ്ങനെ ഒന്നാമത് എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയിട്ട് സാംസ്കാരിക സമ്മേളനം തുടങ്ങാൻ വേണ്ടി, അത് തീരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആളുകൾ. അപ്പം അതൊരു കല്യാണ വീട്ടിൽ സാംസ്കാരിക സമ്മേളനം വെച്ച് തരാം. ഞാൻ എഴുതിയിരുന്നു, മനോരമയിൽ എഴുതിയിരുന്നത്, കല്യാണ വീട്ടിൽ സാംസ്കാരിക സമ്മേളനം. പെണ്ണ് അടക്കമുള്ള ആളുകൾ രംഗത്തില്ല, വീട്ടുകാരും പെണ്ണും ഒന്നുമില്ല. ഈ ഒരു മാഷിൻ്റെ മോളുടെ കല്യാണമാണ്. മാഷ് ഞങ്ങളെല്ലാം വിളിച്ചു, ഞാനാണ് ഉദ്ഘാടകൻ. ഞാൻ നോക്കുമ്പോൾ 6-7 പേര് ഇരിപ്പുണ്ട്.
ആ ബാക്കി ഒരു കല്യാണ പെണ്ണോ കല്യാണ വീട്ടിലുള്ള ഈ പെണ്ണിൻ്റെ അമ്മയോ ബന്ധുക്കാരോ നാട്ടുകാരോ ആരുമില്ല. ഞാൻ എന്ത് ചെയ്ത് ഈ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് പിന്നെ അന്യഭാഷയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഏതൊക്കെയോ നാട്ടിൽ നിന്ന് വന്ന ആളുകൾ സാംസ്കാരിക പ്രഭാഷണം നടത്തുന്നു. എല്ലാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞ പാടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച, ഒളിച്ചിരുന്ന അയലോക്കംകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ കൂടുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് ഈ സാംസ്കാരിക സമ്മേളനം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒളിച്ചിരിക്കുന്നവരെല്ലാം വേഗം സദസ്സിലേക്ക് എത്തിക്കൊള്ളും. അതുകൊണ്ട് ഒത്തിരി പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പം എന്തായാലും അവിചാരിതമായി വീണ് കിട്ടിയ ഒരു ഉദ്ഘാടന അവസരമാണ് അത്. നജീബ് കാന്തപുരം MLA ആയിരുന്നു വരേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് അസൗകര്യം വന്നതുകൊണ്ടാണ് ഈ ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടി വന്നത്. അതുകൊണ്ട് കുറച്ച് മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചതെന്ന് തോന്നുന്നു. സാധാരണ എൻ്റെ രീതി ഇങ്ങനെയല്ല. അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന്, ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷനും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ ഔപചാരികമായി കണ്ണൂർ ദസറയുടെ 3-ാം ദിവസ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നോവലിസ്റ്റും തിരക്കഥാകൃത്തും അതുപോലെ തന്നെ അധ്യാപകനുമായ ബിനോയ് തോമസ് അവർക്ക് കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു സ്നേഹാദരവ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അവർ അദ്ദേഹത്തിനുള്ള സ്നേഹ ഉപഹാരം നൽകുന്നു. ഈ വേദിയിൽ ഉദ്ഘാടകന്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഒരു അതിഥി കൂടി എത്തിച്ചേരാനുണ്ട്. അല്പസമയത്തിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുന്നു. ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി INC-യുടെ T. ജയകൃഷ്ണൻ സാറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വർഷത്തെ ദസറ ആഘോഷ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ മൈസൂർ ദസറ കഴിഞ്ഞാൽ ഏറെ ജനപങ്കാളിത്തത്തോടുകൂടി ദസറ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുന്നത് കണ്ണൂർ ജില്ലയിലാണ് എന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. 2014 വീണ്ടും കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഒരു മാറ്റം കുറിച്ചുകൊണ്ട് തുടങ്ങിയ ദസറയുടെ ആരംഭം മുനിസിപ്പൽ കോർപ്പറേഷൻ ആവുന്നതിന് മുമ്പ് 2014 തുടക്കം കുറിച്ചുകൊണ്ട് ആ ദസറ പഴയകാല ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് കടന്നു വന്ന് കണ്ണൂരിലേക്ക് വീണ്ടും ദസറയുടെ ആഘോഷത്തിൻ്റെ പെരുമഴ ഉദ്ദേശിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രീ ടി.ഒ. മോഹൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പിന്നീട് അത് കോവിഡ് കാലഘട്ടം വന്നപ്പോൾ 2-3 വർഷത്തേക്ക് അത് നിന്നുപോയെങ്കിലും വീണ്ടും അതിനെ തുടക്കം കുറിച്ചുകൊണ്ട് കണ്ണൂർ മുനിസിപ്പൽ പിന്നെ കണ്ണൂർ കോർപ്പറേഷൻ ആയപ്പോൾ ആ ദസറയുടെ ആരംഭഘട്ടം തുടക്കം കുറിച്ചുകൊണ്ട് നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി വീണ്ടും അത് സജ്ജമായ രീതിയിലേക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കണ്ണൂരിൻ്റെ ജനാവലിയെ ഏറെ സ്വാധീനിച്ച ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ദസറ ആഘോഷത്തിൽ. നേരത്തെ അധ്യക്ഷനം വഹിച്ച ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകളിൽ നിന്ന് നേരിട്ട് കലാകാരന്മാരെ നേരിട്ട് കണ്ട് അവരുടെ പരിപാടികൾ ആസ്വദിച്ചു പോകാൻ കണ്ണൂരിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ജനങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് ജാതിയുടെ മതത്തിൻ്റെ അതിർവിരമ്പുകളൊക്കെ കടന്ന് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഒരു ഉത്സവ ലഹരിയിലേക്ക് കണ്ണൂരിനെ മാറ്റിയെടുക്കാൻ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കണ്ണൂരിൻ്റെ കോർപ്പറേഷൻ്റെ മേയർ അടക്കമുള്ള ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള മുൻ മേയർ അടക്കമുള്ളവർ കൗൺസിലർമാർ ഒക്കെ തന്നെ, അതിലുപരി കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരും മാധ്യമ സുഹൃത്തുക്കളും ഈ ദസറക്ക് നൽകിയ സംഭാവന വലിയ അളവുറ്റതാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ദസറക്ക് എല്ലാവിധ ആശംസകളും
ഭാവുങ്ങളും ഇതിൻ്റെ സംഘാടകർക്കും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണ വിരാമം കുറിക്കുന്നു. താങ്ക് യു സർ. അടുത്തായിട്ട് ചടങ്ങിന് ആശംസ സംസാരിക്കാൻ IOML-ന്റെ ശ്രീ ഏറമുളൻ അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ, ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട വിജയൻ തോമസ് അവർകൾ, നമ്മുടെ പ്രിയപ്പെട്ട മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര അവർകൾ, മുൻ മേയർ ടി.എ. മോഹൻ ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉദ്ഘാടനം മറ്റും സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ പൗരാവലിക്ക് അഭിമാനപൂർവം പറയാൻ പറ്റുന്ന 3 ദിനങ്ങളിലേക്കാണ് നാം കടന്നു പോകുന്നത്. നവരാത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായം ചെന്നവർക്ക് കണ്ണൂരിൻ്റെ ഒട്ടേറെ ചരിത്രങ്ങൾ പറയാൻ കഴിയും. നവരാത്രി സന്ദർഭം വരുമ്പോൾ നമ്മുടെ കണ്ണൂർ പരിസരമുള്ള ക്ഷേത്രങ്ങളിൽ ദീപാലങ്കാരമാകുന്നതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സദസ്സുകൾ ഒരുക്കി എല്ലാവരെയും കോർത്തണക്കുന്ന ഒരു പാരമ്പര്യം പണ്ടുകാലത്ത് നമ്മുടെ കണ്ണൂരിലുണ്ട്. കുറച്ചതിനെ മങ്ങലേറ്റെങ്കിലും കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂരിൻ്റെ കഴിഞ്ഞകാല ചരിത്രം വീണ്ടെടുത്തുകൊണ്ട് നല്ല ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് കണ്ണൂർ ദസറ എന്ന നാമകരണത്തോടു കൂടി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും വലിയൊരു ഉത്സവമായി അറിയപ്പെട്ടത് മൈസൂർ ദസറയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്ന് കണ്ണൂരിൽ നിന്ന് ആളുകൾ ആ ദസറയുടെ പരിപാടികൾ അവിടെ നിൽക്കുന്ന ഉത്സവത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി കുടുംബങ്ങളടക്കം പോകാറുണ്ട്. അവർ വന്ന് അവിടുത്തെ ചരിത്രങ്ങൾ നമ്മെപ്പോലുള്ള ആളുകളോട് പറയുമ്പോൾ വളരെ ആവേശപൂർവവും താല്പര്യപൂർവവും അത് കേൾക്കാനും മനസ്സിലാക്കാനും നാമൊക്കെ തയ്യാറാകലുണ്ട്. എന്നാൽ ഈ 3 ദിവസം ഇവിടെ നടന്നതും അല്ലെങ്കിൽ 4 വർഷക്കാലമായി നമ്മുടെ കണ്ണൂരിലെ ജനതയ്ക്ക് ആഹ്ലാദം നൽകുന്ന കണ്ണൂർ ദസറ കാണാൻ മൈസൂരിൽ നിന്ന് ഇങ്ങേക്കട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം കണ്ണൂരിൽ ഉണ്ടാകുമോ എന്നൊരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ പരിപാടികളൊക്കെ നടന്നു വരുന്നത്. തീർച്ചയായും നമുക്കെല്ലാം നമ്മുടെ കോർപ്പറേഷൻ്റെ നേതൃത്വം നടക്കുന്ന ഈ ദസറക്ക് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി അവയുയർത്തിയ മുദ്രാവാക്യം സ്നേഹത്തിൻ്റെ ദസറ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കോർപ്പറേഷൻ എല്ലാവിധ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ മനസ്സുകൾ അനുവദിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ചടങ്ങിന് ആശംസ സംസാരിക്കാൻ വേണ്ടി വ്യാപാരി വ്യവസായ സമിതിയുടെ ശ്രീ മനോഹരൻ അവർകളെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ ദസറയുടെ 3-ാം ദിവസത്തെ ഇന്നത്തെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ
ആദരണീയനായ അധ്യക്ഷ ശ്രീ പി ഷമീമ ടീച്ചർ, അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ച ബിനോയ് തോമസ്, മുഖ്യ അതിഥിയായ ബ്രിജേഷ് ആച്ചാണ്ടി, അതുപോലെ നമ്മുടെ ആദരണീയായ മേയർ, ഡെപ്യൂട്ടി മേയർ ടി ജയകൃഷ്ണൻ, എറമുള്ളൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ, കൗൺസിലർമാരെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നവരാത്രിയെ സംബന്ധിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച ആളുകൾ വിശദമായി ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് നവരാത്രി എന്നുള്ള കാര്യം ഞാനിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 9 ദിവസത്തെ നവരാത്രി നമ്മുടെ തിന്മയെ അകറ്റി നന്മയെ ചേർത്ത് പിടിക്കുന്നതിനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പണ്ടുള്ള ആളുകൾ നവരാത്രി എന്ന രീതിയിൽ ആഘോഷിക്കുന്നത്. കണ്ണൂർ ദസറ കഴിഞ്ഞാൽ ഇന്ന് മൈസൂർ ദസറ കഴിഞ്ഞാൽ ഇന്ന് കണ്ണൂർ ദസറ വളരെയധികം പേരും പെരുമയും നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, കണ്ണൂർ ദസറ നല്ല രീതിയിൽ പോകുന്നുണ്ട്, നമുക്കതിൽ നല്ല സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാമോ, കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മുടെ കണ്ണൂർ ടൗണിൽ കച്ചവട സ്ഥാപനങ്ങളൊക്കെ വളരെയധികം ഒരു നിശ്ചല അവസ്ഥയാണ്. കണ്ണൂർ കോർപ്പറേഷൻ തുടങ്ങിയതിന് ശേഷം ചെറിയൊരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി ഈ കണ്ണൂർ ദസറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത്തവണ ചെറുകിട വ്യാപാരികളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി വ്യാപാരോത്സവം കൂടി നടത്തുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഇടപെടൽ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ആ വ്യാപാരോത്സവമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒക്ടോബർ 15-ന് അതിൻ്റെ നിറക്കെടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ളൊരു ഒത്തുചേരൽ, ഒരു കൂട്ടായ്മ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഒരു കല്യാണം പോയി ക്ഷണിക്കലോ നേരിട്ട് കണ്ട് പറയലോ ഇല്ല. വാട്സാപ്പിൽ ഒരു കല്യാണക്കുറി ഇട്ട് കഴിഞ്ഞാൽ കല്യാണം ക്ഷണിക്കലായി. കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നില്ല, വീടുകളിൽ നിന്ന് അടുത്ത വീട്ടിലെ ആളുകളോട് സംസാരിക്കുന്നില്ല, ഫോണിലേക്കൂടെ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒത്തുചേരൽ എന്തിരുന്നാലും നമുക്ക് കണ്ണൂരിൽ നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വിവിധ കലാകാരന്മാർ നല്ല രീതിയിലുള്ള അവരുടെ ഓരോ പരിപാടികളുടെ അവതരിപ്പിച്ച് പോകുമ്പോൾ അവരും വളരെയധികം കൃതാർത്ഥതയോടുകൂടിയാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. അത് മാത്രമല്ല, എൻ്റെ നാട്ടുകാരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളും ഈ പരിപാടി ആസ്വദിക്കാൻ വേണ്ടി വളരെ നേരെ തന്നെ ഇവിടെ വന്ന് സന്നിഹിതരായിട്ടുണ്ട്. വളരെയധികം അഭിമാനമുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ഇത്തരത്തിൽ കണ്ണൂർ ദസറ ഇനിയും തുടർന്ന് അങ്ങോട്ടും നടത്തുവാനുള്ള എല്ലാ പിന്തുണയും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കണ്ണൂർ ദസറയ്ക്ക് വ്യാപാരി വ്യവസായ സമിതിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചോളൂ. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായിട്ട് ചടങ്ങിന് ആശംസകൾ സംസാരിക്കാൻ പ്ലാൻ റിസോഴ്സ് പേഴ്സൺ പി കൃഷ്ണൻ മാസ്റ്റർ അവരെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ ഷമീമ ടീച്ചർ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര, അതുപോലെ തന്നെ ഈ സമിതിയുടെ നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് മുൻ മേയർ ടി ഒ മോഹനൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്, അതുപോലെ തന്നെ കൗൺസിലർമാർ, സദസ്യരെ, ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ആദ്യത്തെ വർഷം നമ്മൾ ഇന്ന് നമ്മൾ ഗ്രസിച്ചിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായ മനുഷ്യൻ്റെ മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടായിരുന്നു ആദ്യത്തെ വർഷം. ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശമാണ് നൽകിയത്. രണ്ടാമത്തെ വർഷം നമ്മൾ മാലിന്യത്തിനെതിരെയാണ് സന്ദേശം നൽകിയത്. മൂന്നാമത്തെ വർഷം നമ്മൾ പ്രകൃതി സംരക്ഷിക്കാനുള്ള സന്ദേശമാണ് നൽകിയത്. ഈ നാലാമത്തെ വർഷം നമുക്ക് നൽകുന്ന സന്ദേശം നമ്മൾ മനുഷ്യനാകണം, നമ്മൾ സ്നേഹം നമ്മുടെ ഇടയിലുള്ള സ്നേഹം പങ്കുവെക്കണമെന്ന്. അപ്പം 4 മുദ്രാവാക്യങ്ങൾ ഈ 4 വർഷങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെച്ചു. ഇതൊക്കെ ഉൾക്കൊള്ളാൻ, നന്മ നമ്മുടെ മുന്നിലുണ്ടാകാൻ നമുക്ക് സാധിക്കണം. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ നന്മയായാലും തിന്മയായാലും ഇത് രണ്ടും നമ്മുടെ മനസ്സിലാണ് മുളക്കുന്നത്. നല്ല ചിന്തയുണ്ടായാൽ
സ്വാഭാവികമായി നന്മ മുളക്കും. ചീത്ത ചിന്തയുണ്ടായാൽ തിന്മ മുളക്കും. അപ്പോൾ നമ്മളുടെ മനസ്സിൽ, മനുഷ്യൻ്റെ മനസ്സിൽ നന്മ വളർത്തിയെടുക്കാൻ പറ്റുന്നതായ ചിന്തകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ തിന്മ വളരാൻ നമ്മൾ ശ്രമിക്കരുത്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സ് ആ നിലയിലേക്ക് പാകപ്പെടുത്തിയെടുക്കണം എന്നുള്ള ഒരു സന്ദേശം മാത്രം ഞാൻ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ഇവിടെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഇതിൻ്റെ സംഘാടക സമിതിക്ക് പ്രേരണ അടുത്ത വർഷവും നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു സർ. ചടങ്ങിന് ആശംസകൾ സംസാരിക്കാൻ വേണ്ടി ജവഹർ ലൈബ്രറി ചെയർമാൻ എം രത്നകുമാർ അവർകളെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മുൻകാലങ്ങളിൽ മൈസൂർ ദസറയെ വെല്ലുവിളിക്കുന്ന അതിനോടൊന്നിച്ച് മത്സരിക്കുന്ന കണ്ണൂരിൻ്റെ രണ്ടാം ദസറ എന്ന് അറിയപ്പെടുന്ന നവമി ആഘോഷം വളരെ ജനകീയമായി നമ്മളൊക്കെ കൊണ്ടാടിയിട്ടുണ്ട്. എൻ്റെ ഒക്കെ ഓർമ്മകളിൽ കണ്ണൂരിലെ നവരാത്രി കാലം ഇപ്പോഴും സജീവമായി പച്ചയായി നിൽക്കുന്നുണ്ട്. അന്നൊക്കെ നമ്മുടെ കോവിലുകളിൽ നടക്കുന്ന വളരെ പ്രശസ്തരായ സംഗീതജ്ഞരുടെ സംഗീതാർച്ചന, ശരിക്കും പറഞ്ഞാൽ അത് കണ്ണൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഗീത അനുഭവമായിരുന്നു. ഞാനൊക്കെ കണ്ണൂരിൽ ഈ നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് യേശുദാസിനെ കാണാനും യേശുദാസിൻ്റെ പാട്ട് കേൾക്കാനൊക്കെ അവസരമുണ്ടായത്. മാത്രവുമല്ല, കണ്ണൂർ പട്ടണം, ദീപാലങ്കൃതമായ കണ്ണൂർ പട്ടണം കാണാൻ ദൂരദിക്കിൽ നിന്ന് പോലും ആയിരങ്ങൾ ഒഴുകി എത്തുകയായിരുന്നു. പക്ഷേ എന്തോ കാലഘട്ടത്തിൻ്റെ ഒരു വിസ്മൃതി കണ്ണൂർ ദസറ എന്നറിയപ്പെടുന്ന നമ്മുടെ നവരാത്രി ആഘോഷം അതിൻ്റെ ചൈതന്യവും അതിൻ്റെ പെരുമയും നഷ്ടപ്പെടുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് 2014 അന്നത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വൈസ് ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് ടി ഒ മോഹൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ദസറ പുനരാവിഷ്കരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം. അന്ന് നമ്മുടെ കണ്ണൂരിലെ ജനങ്ങളും വ്യാപാര സമൂഹവും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കണ്ണൂരിലെ നവരാത്രി ആഘോഷം കണ്ണൂരിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ കണ്ണൂരിലെ മുനിസിപ്പൽ കോർപ്പറേഷന് സാധിച്ചു. 2014 ശേഷം വീണ്ടും ചെറിയ ഗ്യാപ്പ് വന്നു, കോവിഡൊക്കെ വന്നു. അതിനുശേഷം തുടർച്ചയായി 3 വർഷം വളരെ മികച്ച രീതിയിൽ കണ്ണൂർ ദസറ ആഘോഷിക്കുകയുണ്ടായി. ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ ആരാധ്യനായ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൻ്റെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര അവരുടെയും ഒക്കെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ വ്യാപാര സമൂഹത്തിൻ്റെ ഒക്കെ സഹകരണത്തോടുകൂടി ഇതിനെ ബ്രാൻഡ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. എന്തായാലും നമുക്ക് പ്രത്യാശിക്കാം, സമീപഭാവിയിൽ കണ്ണൂരിൻ്റെ ദസറ കണ്ണൂരിൻ്റെ ഉത്സവമാക്കി ബ്രാൻഡ് ചെയ്യപ്പെടും. അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ ടൂറിസ്റ്റുകളെ ഇവിടെ ആകർഷിക്കും. മാത്രമല്ല, ഇപ്പോൾ തന്നെ കണ്ണൂരിനും പുറത്തും വിദേശത്തെ മലയാളികൾ പോലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് കണ്ണൂർ ദസറ. ഇപ്പോൾ കണ്ണൂർ ദസറ പുതിയൊരു മാനവികത, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അതീതമായി ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് 3-ാം ദിവസമാണ് ദസറ. ഈ വർഷത്തെ ദസറക്ക് കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു.
ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സർ. കണ്ണൂർ ദസറയുടെ 3-ാം ദിവസമായ ഇന്നത്തെ സാംസ്കാരിക പരിപാടിയിൽ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് കണ്ണൂർ വിഷന്റെ മുൻ MD-യും കേരള വിഷൻ ന്യൂസിന്റെ ഇപ്പോഴത്തെ MD-യുമായ ശ്രീ പ്രജേഷ് അച്ചാണ്ടി അവർകളെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ, ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി പി ഷമീമ ടീച്ചർ, വേദിയിലുള്ള മേയർ അടക്കമുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ആളുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ മൈസൂർ ദസറയ്ക്ക് ശേഷം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ദസറ എന്നുള്ളത് 2ാമത്തെ ദസറ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ യേശുദാസ് അടക്കമുള്ള പ്രശസ്തരായ സംഗീതജ്ഞരുടെ പാട്ടുകാരുടെ പാട്ടൊക്കെ കേൾക്കാൻ കണ്ണൂരുകൾക്ക് നേരത്തെ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത് ഈ കണ്ണൂർ ദസറയോടനുബന്ധിച്ചായിരുന്നു. ഒരിടവേളയുണ്ടായി. ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുൻ വൈസ് ചെയർമാൻ മോഹനാട്ടിൻ്റെ നേതൃത്വത്തിൽ ഇത് 2ാമതും ആരംഭിച്ചു. അന്ന് തൊട്ട് ഇങ്ങോട്ട് ഈ ഓരോ വർഷവും വളരെ മികച്ച രീതിയിൽ ഓരോ വർഷവും വ്യത്യസ്തമായി കൂടുതൽ മികവുറ്റ രീതിയിൽ കണ്ണൂരിൽ നമുക്ക് ഈ ആഘോഷം സംഘടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം കലകൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സാമൂഹികമായ ഇടപെടലുകളെ കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും യൂട്യൂബിലും വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റയിലും ഈ സോഷ്യൽ മീഡിയകൾ റീൽസും മറ്റ് കണ്ട് പുതിയ കുട്ടികളൊക്കെ തന്നെ ആ തരത്തിൽ അവരുടെ ലോകം അതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. എന്നാൽ ഇത്തരം കലകൾ യഥാർത്ഥത്തിൽ ശരാശരി മലയാളികളെല്ലാം തന്നെ പഴയ കാലത്തെ നഷ്ടബോധങ്ങളോടെയും ഇനി വരാൻ പോകുന്ന പ്രസൻറ്റിനെ ആശങ്കയോടെയും കാണുന്നവരാണ് ഭൂരിഭാഗവും. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടുന്നവരാണ് ഭൂരിഭാഗവും. സത്യമാണ്. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോഴേ ആ കുട്ടിയെ LKG-യിൽ എവിടെ ചേർക്കണമെന്ന ആശങ്കയുള്ള അമ്മമാരാണ് ഇന്ന് ഭൂരിഭാഗവും. അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവിടെ കല്യാണം എങ്ങനെ നടത്തണം, അതിനുവേണ്ടി സ്വർണം എങ്ങനെ ഒരുക്കണമെന്ന ആശങ്കയോടെ കാണുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആസ്വദിക്കുന്നത് പ്രസൻറ്റിലാണ്. അത്തരത്തിൽ ആസ്വദിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഇത്തരം കലാപരിപാടികളാണ്. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ ഈ പരിപാടികൾ കാണുമ്പോൾ നമ്മൾ മറ്റൊന്നും ഓർക്കാതെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ കലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൻ്റെ സന്തോഷമുണ്ടാകുകയും ആ സന്തോഷം നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ സന്തോഷം ഉണ്ടാവും. വീടുകളിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ നാട്ടിൽ സന്തോഷം ഉണ്ടാവും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമൂഹിക ഇടപെടലാണ് ഇത്തരത്തിലുള്ള കലകളും അതുപോലെ സ്പോർട്സുകളും ഒക്കെ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിനുള്ളൊരു സാഹചര്യം വളരെ ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദസറയിലൂടെ കണ്ണൂർ കോർപ്പറേഷന് സഹായിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ രണ്ടാം ഘട്ടം ദസറ ആരംഭിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു സംഘാടക സമിതി അംഗമായി പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ദസറയിലും കണ്ണൂർ വിഷൻ്റെയും കേരള വിഷൻ്റെയുമായ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള സഹകരണം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ തയ്യാറാകാറുണ്ട്. എല്ലാ വർഷവും നമുക്ക് കണ്ണൂർ വിഷൻ്റെ കാൽടെക്സ് ജംഗ്ഷനിൽ നമ്മൾ അലങ്കരിച്ചിട്ടുള്ള ദീപാലങ്കാരത്തിന് 1ാം സമ്മാനം ലഭിക്കാറുണ്ട്. ഇത്തവണയും പ്രതീക്ഷയുണ്ട് 1ാം സ്ഥാനം നമുക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. അത്തരത്തിൽ ഇനിയും അങ്ങോട്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കണ്ണൂർ ദസറ കണ്ണൂർ കോർപ്പറേഷൻ നടത്താൻ സാധിക്കട്ടെ. അതിനെപ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു സഹകരണം പൂർണ്ണമായും ഉണ്ടാകുമെന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ചടങ്ങിന് ആശംസ സംസാരിക്കാൻ യുണൈറ്റഡ് മർച്ചൻസിന്റെ ചേംബറിന്റെ പുത്തലത്ത് ബുഷ്ര അവർകളെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, കണ്ണൂർ
കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ, ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നോവലിസ്റ്റ് വിനോയ് തോമസ്, ഇവിടെ സന്നിധരായ എൻ്റെ പ്രിയപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, അതേപോലെ ഒരുപാട് ആൾക്കാരെ നെഞ്ഞോട് ചേർത്ത് പേരെടുത്ത് പറയേണ്ടതുണ്ട്. അതിലെനിക്ക് ഈ ദസറ തുടങ്ങിയത് മുതൽ ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനേക്കാൾ ഉപരി ഇതെങ്ങനെ ഭംഗിയാക്കി നടത്തണം എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് നമ്മളെ ബഹുമാനപ്പെട്ട പി ഒ മോഹനൻ സർ. അദ്ദേഹത്തെ എങ്ങനെ പറഞ്ഞ് ഈ പരിപാടിയിൽ ആശംസ അല്ലെങ്കിൽ ഈ പരിപാടിയുടെ എല്ലാമായ അദ്ദേഹം ഇപ്പോൾ മേയർ അല്ലെങ്കിലും മേയറെ പോലെ തന്നെയാണ് ഈ പരിപാടി നോക്കി കാണുന്നത്. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ എല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്ന, എനിക്ക് എൻ്റെ കാലം മുതൽ, അതായത് ഞാനിവിടെ കണ്ണൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ച എൻ്റെ ആ കാലം മുതലേ എനിക്ക് നോക്കിക്കാണുന്ന ഒരാളാണ് രാജമാഷ്. ഈ രാജമാഷ് ഒരു പുലിയ. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരു പക്ഷേ ആരും അദ്ദേഹത്തെ, എനിക്ക് തോന്നുന്നു ഈ പരിപാടി നടത്തുന്ന ആൾക്കാർക്കൊക്കെ അദ്ദേഹത്തെ പറ്റി നല്ലോണം അറിയുണ്ടാവും, പക്ഷേ നമ്മളെ കാണികൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയുണ്ടാവില്ല. അദ്ദേഹം ഒരു തുണി കൊടുത്ത് ഒരു പെന്നും പിടിച്ച് ഒരു കണ്ണാടിയും വെച്ച് ഇതിലൂടെ ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അപാരമാണ്. അദ്ദേഹം ഇതിൻ്റെ പിറകിൽ ഇരുന്നിട്ടുണ്ട്. രാജമാഷ് വാസ്തവത്തിൽ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ എവിടെയെല്ലാം എന്തെല്ലാം രീതിയിൽ എന്തെല്ലാം നല്ല നല്ല പ്രോഗ്രാമുകൾ ഉണ്ട്, അതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയും എന്നുള്ള രീതിയിൽ അകമഴിഞ്ഞ് ഈ ദസറയെ വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ജീവനക്കാർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരുവിധ സമയങ്ങളിലെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചില സംഗതികൾക്ക് വേണ്ടി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും കണ്ണൂർ കോർപ്പറേഷനിലെ ജീവനക്കാർ, പ്രത്യേകിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ, ഇവരെല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ വേണ്ടി എന്തുമാത്രം ആത്മാർത്ഥതയാണ് കാണിച്ചിരിക്കുന്നതിൽ വളരെ അത്ഭുതമുള്ളൊരു കാര്യമാണ്. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗവൺമെൻറ് ജീവനക്കാർ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ നടത്തി കൊണ്ടുവരാൻ ഇത്രമാത്രം ഒരു ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ അത് ഈ ദസറയുടെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ കണ്ണൂരിൽ ജീവനക്കാർ എല്ലാവരെയും യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്ന് പറയുന്ന സംഘടന നെഞ്ഞോട് ചേർത്ത് അവർക്ക് അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ, ഇന്നലെയും മെനഞ്ഞാന്നും ഞാനിവിടെ ഉണ്ടായിരുന്നു, പ്രോഗ്രാമിൻ്റെ ജനപങ്കാളിത്തം കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കണ്ണൂരിലെ ജനങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മത സ്പർദ്ധയില്ലാതെ ആഘോഷങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ തിമിർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഈ സംസാരിക്കുന്ന കേൾക്കാതെ അടുത്ത പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട്, യുണൈറ്റഡ് മർച്ചറിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നമുക്ക് വേണ്ടി ഈ കോർപ്പറേഷൻ ഒരുക്കിയ ഈ വ്യാപാര കൂപ്പൺ, അതായത് വ്യാപാര ഉത്സവം, അതിലൊരു കൂപ്പൺ ഉണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ ഓരോ കടയിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കൂപ്പൺ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ച് വാങ്ങിക്കണം. ഒരുവിധ കച്ചവടക്കാർ കൂപ്പൺ വാങ്ങിച്ചു വെച്ചെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ അവർക്ക് തരാൻ മറന്നു പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അപ്പുറം ഇപ്പുറം പരസ്പരം പറഞ്ഞും മൊബൈലും വാട്സപ്പിലും ആ കൂപ്പൺ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിച്ചും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കച്ചവടക്കാരെടുത്ത് നിന്ന് കൂപ്പൺ ചോദിച്ച് വാങ്ങിക്കണം. എല്ലാ കച്ചവടക്കാരും നിങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഈ ഒരു പരിപാടി വൻ വിജയമാക്കട്ടെ. ഇതിനെല്ലാവിധ അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ ഇതിനെല്ലാവിധ ആരോഗ്യവും നൽകട്ടെ. ദൈവം തമ്പുരാൻ ഇതെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സാംസ്കാരിക പരിപാടിക്ക് ആശംസ അറിയിക്കാൻ എത്തിയ മഹത് വ്യക്തികളും അതുപോലെ തന്നെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയ മഹത് വ്യക്തിക്കുള്ള കണ്ണൂർ കോർപ്പറേഷന്റെ സ്നേഹ സമ്മാന ഹാൻഡ് ഓവറിയാണ് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ
വിശിഷ്ട അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന കണ്ണൂർ വിഷൻ മുൻ MD-യും ഇപ്പോഴത്തെ കേരള വിഷന്റെ ന്യൂസ് MD-യുമായ ബ്രിജേഷ് അച്ചാണ്ടി അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനുള്ള കണ്ണൂർ കോർപ്പറേഷന്റെ സ്നേഹ ആദരവ് നൽകാൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അവർകളെ സ്വാഗതം ചെയ്യാണ്. ഒപ്പം നമ്മുടെ ചടങ്ങിന് ആശംസ അറിയിച്ച INC-യുടെ T. ജയകൃഷ്ണ അവർക്കുള്ള സ്നേഹാദരവ് നൽകാൻ വേണ്ടി കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര അവർകളെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. IUML-ന്റെ C. ഏറമുളൻ അവർക്കുള്ള സ്നേഹാദരവ് നൽകുവാൻ കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര അവർകൾ നൽകുകയാണ്. വ്യാപാരി വ്യവസായ സമിതിയുടെ C. മനോഹരൻ അവർക്കുള്ള കോർപ്പറേഷന്റെ സ്നേഹാദരവ് നൽകാൻ നമ്മുടെ മേയർ നൽകുന്നു. കണ്ണൂർ കോർപ്പറേഷൻ നമ്മുടെ മേയർ സ്നേഹസമ്മാനം നൽകുകയാണ്. പ്ലാൻ റിസോഴ്സ് പേഴ്സൺ PP കൃഷ്ണൻ മാസ്റ്റർക്കുള്ള സ്നേഹാദരവ് നൽകാൻ കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ജവഹർ ലൈബ്രറി ചെയർമാൻ M. രത്നകുമാർ അവർക്കുള്ള കണ്ണൂർ കോർപ്പറേഷന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി രത്നാൻ അവർകളെ സ്വാഗതം ചെയ്യുമ്പോൾ നൽകുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അവർകളാണ്. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബറിന്റെ പുത്തലത്ത് ബുഷ്ര അവർക്കുള്ള കണ്ണൂർ കോർപ്പറേഷന്റെ സ്നേഹാദരവ് നൽകാൻ വേണ്ടി നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അവർകളെ ക്ഷണിക്കുന്നു. KLGSS-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. കൃഷ്ണൻ അവർക്കുള്ള ആദരവാണ്. ആദരവ് ഏറ്റുവാങ്ങാൻ കൃഷ്ണൻ സാറെ ക്ഷണിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര അവർകൾ അദ്ദേഹത്തിനുള്ള കണ്ണൂർ കോർപ്പറേഷന്റെ സ്നേഹ സമ്മാന ഹാൻഡ് ഓവറിയാണ്. സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന കൗൺസിലർമാരായ ശ്രീമതി C. സുനിഷ, കൗൺസിലർ A. കുഞ്ഞമ്പു, കൗൺസിലർ ശ്രീമതി KM സരസ, കൗൺസിലർ ശ്രീമതി CM പത്മജ, KLGS-ന്റെ കൃഷ്ണൻ സാർ എന്നിവർ എല്ലാവരും നമ്മുടെ ഈ ചടങ്ങിന് എല്ലാവരെയും ആശംസ അർപ്പിച്ചതായി അറിയിക്കുന്നു. കൂടെ നമ്മുടെ ഈ ഒരു ചടങ്ങിന്റെ ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്ന ചടങ്ങാണ്. അതിനു വേണ്ടിയിട്ട് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ പ്രകാശൻ പയ്യാനടത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. മൈസൂർ ദസറ കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ ദസറയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കണ്ണൂർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ദസറ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പങ്കുവയ്ക്കാം സ്നേഹം, പങ്കുചേരാം ദസറ എന്ന ആശയമായിട്ടാണ് ഇപ്രാവശ്യം കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. 2 ദിവസവും നമ്മൾ നല്ലവണ്ണം പങ്കുചേർന്നു. 3-ാമത്തെ ദിവസത്തിലേക്ക് പങ്കുചേരാൻ കിടക്കുകയാണ്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സാംസ്കാരിക സമ്മേളനം അധ്യക്ഷത വഹിച്ചത് പ്രിയങ്കരയായ നമ്മുടെ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സണൽ ബഹുമാനപ്പെട്ട ഷമീമ ടീച്ചർ അവർകളാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ ബിനോയ് തോമസ് നോവലിസ്റ്റ്, അദ്ദേഹത്തിനും കോർപ്പറേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ കൗൺസിലർ കൂക്കരി രാജേഷ്, നമ്മുടെ കണ്ണൂർ വിഷനും കേരള വിഷൻ്റെയും MD. ഇന്ന് കണ്ണൂർ വിഷനും കേരള വിഷൻ എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ വളരെ കുതിച്ചുയരുന്ന ഒരു ചാനലായി മാറിയിരിക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കേരള വിഷൻ MD ബ്രിജേഷ് അച്ചാണ്ടി അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ ആശംസ അറിയിച്ച ജയകൃഷ്ണൻ, എറമുള്ളാൻ, C. മനോഹരൻ, PP കൃഷ്ണൻ മാസ്റ്റർ, M. രത്നാകരൻ, പുത്താലത്ത് ബുഷറ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ പ്രിയങ്കരായ കൗൺസിലർമാരായ സുനിഷ, കുഞ്ഞമ്പേട്ടൻ, സരസറ്റ്, പത്മജ, P. കൃഷ്ണൻ എന്നിവർക്കും മാധ്യമപ്രവർത്തകർക്കും നമ്മുടെ വർക്കേഴ്സ്, ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും, അതുപോലെ കണ്ണൂരിലെ നമ്മളെ പ്രിയപ്പെട്ട നാട്ടുകാരായ സഹോദരന്മാർക്കും എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.